பேங்க் வட்டி கூட வாங்கல. அப்ப ஒழுங்கா பணத்தை திருப்பி கொடுக்கல. உங்க வீட்டுல நல்ல விஷயம் நடக்கிறதுக்காக പണത്തെ നല്ല സിറിച്ച് സിറിച്ച് വാങ്ങിയിട്ട് ഇപ്പൊ തിരിപ്പി കേൾക്കുമ്പോൾ എന്നാ കസക്കുതാ. പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുവാ. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു ആക്ടേഴ്സ് അല്ലേ, നീ അഭിനയിച്ച് കരയെന്നാണോ ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുടുകുടാന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞില്ല മനുഷ്യട്ട് വിട്, മനുഷ്യട്ട് വിടേണ്ട കാലം വിട്, ക്ഷമിച്ച് കാലം വിട്. നല്ല അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ. അങ്ങനെ മൊത്തത്തിൽ തേഞ്ഞിരിക്കുകയാണ് ചേച്ചി ഓരോരുത്തർക്കെതിരെ ഓരോ അലിഗേഷനുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ചേച്ചി അങ്ങ് ത്രില്ലടിച്ചു പോയി. കാരണം മീഡിയ അറ്റൻഷൻ എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടേ എന്ന് ചേച്ചി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി ഒരാൾ കഴിഞ്ഞു, 2 ആൾ കഴിഞ്ഞു, 3 ആൾ കഴിഞ്ഞു, 4 ആൾ കഴിഞ്ഞു, അങ്ങനെ തുടങ്ങി മലയാള സിനിമയിലെ എല്ലാവരും ചേച്ചിയെ പീഡിപ്പിച്ചതായിട്ട് ചേച്ചിയുടെ പേരിൽ തന്നെ ചേച്ചി ഇപ്പോൾ ഒരു ബുക്ക് അടിച്ചിറക്കുന്നുണ്ട്. ആ ബുക്കിന്റെ പേര് മിനി ചേച്ചിയുടെ കുറെ പീഡന കഥകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചേച്ചി ആ ബുക്ക് ഇറക്കാൻ പോകുന്നത്. ആ ബുക്കിൻ്റെ അകത്ത് ചേച്ചി ഇനി കുറിക്കാനുള്ള പേരുകൾ എത്ര അധികം എന്ന് നമുക്ക് പോലും ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. കാരണം മലയാള സിനിമയിലുള്ള എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ ആളുകളുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന ബാലചന്ദ്ര മേനോൻ ചുമ്മാ പോയി ഈ ചേച്ചിക്കെതിരെ കേസ് കൊടുത്തത്. ബാലചന്ദ്ര മേനോൻ ചേട്ടാ, അവരിനി കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പറഞ്ഞോട്ട്, അതിനിപ്പുറം നിങ്ങൾ കേസ് കൊടുക്കരുതേ. എന്നിട്ടും വിട്ടില്ല ചേച്ചി മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചു. അവിടെ മുകേഷ് മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ച സമയത്തൊക്കെ ചേച്ചിക്ക് പുച്ഛമായിരുന്നു. അറസ്റ്റ് ചെയ്തപ്പോൾ ചേച്ചി തുള്ളിച്ചാടിക്കൊണ്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടു. അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ചേച്ചി തുള്ളിച്ചാടിക്കൊണ്ടുള്ള വീഡിയോ ഇട്ടത്. പിന്നെ ഈ സിദ്ദിഖിനെ കിട്ടാതെ വന്നപ്പോഴത്തേന് ചേച്ചിക്ക് ഒരു വിഷമമുണ്ട്. എങ്കിലും ചേച്ചി അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കെതിരെ ചേച്ചി വീഡിയോയുമായി വന്നു. ഏറ്റവും കൂടുതൽ അലിഗേഷൻ വെച്ചത് എനിക്ക് തോന്നിയത് അതായത് അത്രയും വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയത് ഈ ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ ഒരു നല്ലൊരു ആക്ടറായ ബാലചന്ദ്ര മേനോൻ, നല്ലൊരു സംവിധായകനായ ബാലചന്ദ്ര മേനോൻ ഇങ്ങനെ കാണിക്കുമോ എന്ന് എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് ഒരു അടിച്ചു. മുമ്പേ ഈ ചേച്ചിയെക്കുറിച്ച് ഒരു സംശയമുണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതലായിട്ട് ഡൗട്ട് അടിച്ചു. അതനുസരിച്ച് ബാലചന്ദ്ര മേനോൻ പോയി കേസ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം മീഡിയയിൽ കൂടി പറയുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയുടെ അഭിഭാഷകരും ചേച്ചിയൊക്കെ കൂടി ബാലചന്ദ്ര മേനോനെ വിളിച്ച് ഞങ്ങളടുത്ത വീഡിയോ വിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലചന്ദ്ര മേനോൻ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ബാലചന്ദ്ര മേനോന്റെ ഫോട്ടോയൊക്കെ വെച്ച് വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വിട്ടില്ല ചേച്ചി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കലാഭവൻ മണിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചേച്ചി പറയുന്ന പ്രകാരം കലാഭവൻ മണി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ചേച്ചി എവിടെയാണ് കലാഭവൻ മണി പീഡിപ്പിച്ചത് എന്നുള്ള കാര്യം ചേച്ചി ഒന്ന് പറയണം. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അത് കഴിഞ്ഞ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിലെ മുട്ട വിട്ടിട്ടില്ല കേട്ടോ. മുട്ടയ്ക്കെതിരെയും നടപടിയുണ്ട്. അത് വേറൊരു രംഗമാണ്. അതിനിപ്പുറം ഞാൻ ആദ്യം നിങ്ങൾക്കൊരു സീൻ കാണിച്ചു തരാം. ഈ പുള്ളിക്കാരി അഭിനയിച്ച ഒരു പടത്തിലെ ഒരു സീനാണ്. ആ സീനിൻ്റെ കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന്. ചേച്ചി അഭിനയിച്ച ഈ ഒരു പടത്തിൻ്റെ ഒരു സീന് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ആ ചേച്ചി അഭിനയിച്ച ആ പടത്തിൻ്റെ സീൻ കണ്ടു നോക്കിയാലോ. நினைச்சியா உங்ககிட்ட பேங்க் வட்டி கூட வாங்கல. அப்ப ஒழுங்கா பணத்தை திருப்பி கொடுக்கல. உங்க வீட்டுல நல்ல விஷயம் நடக்கிறதுக்காக பணத்தை நல்லா சிரிச்சு சிரிச்சு வாங்கிட்டு இப்ப திருப்பி கேட்கும் போது என்ன கசக்குதா? ஒரு வாரத்துக்குள்ள பணம் வந்தங்கிட்ட சேரலனா உன் நிலை மட்டும் இல்ல, உன் குடும்பமே இந்த கொடைக்கானல் இருக்காது. புரிஞ்சு ചേച്ചി, புரிஞ்சு. ഒരു കുടുംബവും இந்த കൊടൈക്കനാലിൽ വിട്ടിട്ട് இந்த കേരളത്തിലെ இருக்க മാട്ടേ. അപ്പോൾ അതാണ് ചേച്ചി ആ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയൊരു ക്ലൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഈ ജാഫർ ഇടുക്കി കൊണ്ടുപോയി ഈ കലാഭവൻ മണിയുടെ മുമ്പിൽ കൊണ്ടുപോകുന്ന കാര്യം തൊട്ട് ചേച്ചി അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. ഗൈസ്, നമുക്ക് കാണാം. ബാലേന്ദ്ര മേനോന്റെ കൂടെ ജാഫർ ഇടുക്കിയുടെയും കലാഭവൻ മണിയുടെയും പേരുകൾ വന്നിരുന്നല്ലോ, എന്തായിരുന്നു ആ സംഭവം? ജാഫർ എന്ന് വെച്ചാൽ ജാഫർ സ്റ്റേജ് ഓർഗനൈസർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് വരുന്നു, മിനു ഡാൻസ് ചെയ്തില്ലേ ചെയ്യും, പാട്ട് പാടുമോ, അപ്പോൾ നീ പാട്ടും പാടും ഡാൻസും ചെയ്യുക സ്കിറ്റും ചെയ്യും. അപ്പോൾ ഞാൻ റെഡിയായി. അങ്ങനെ എല്ലാവരും പോകുന്നതിൻ്റെ അന്ന് കല്ലൂർ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം ഇദ്ദേഹം മദ്യപിച്ചിട്ട് എൻ്റെ റൂമിൽ കടന്നു വരികയും അശ്ലീലമായിട്ട് ഒത്തിരി കാര്യം സംസാരിക്കും, ഫിസിക്കൽ റിലേഷൻ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഞാൻ പറ്റത്തിൽ ഇറങ്ങി പോയി ആരും മണ്ടെന്ന് പറയും, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ മനുഷ്യരാണ് അതൊക്കെ പറയും, പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അതുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു കാറിലാണ് എന്നെ കയറ്റി വിട്ടത്. അവിടെ ഈ കാര്യം കേട്ടോണേ, ലണ്ടനിൽ പോയ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ചിരിയാണ് വന്നത്.
അതൊരു ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പറഞ്ഞ് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താണ് എനിക്ക് ചിരി വരാനുള്ള കാരണം. ഇവിടുത്തെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ വിചാരം എല്ലാവരും അടുത്തടുത്ത കാറിൽ വരും, ഒരു സെയിം ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത്. അപ്പോൾ നല്ല സൂട്ടും കോട്ട് കിട്ടിയ ഒരാൾ സ്പോൺസർ വന്നു. വന്നിട്ട് വൈകുന്നേരം ഞാൻ മിന്നുൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഇവിടെയോ, നിങ്ങളാരാ? ഞാൻ സ്പോൺസറാണ്. അല്ലെങ്കിൽ ഇവിടെ എന്താ, ഞാനൊന്നും ഇവിടെ ജാഫർ പറഞ്ഞില്ലേ? നമ്മൾ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. അവർ എന്നിട്ട് പുള്ളി കഥ കാണിച്ചു. ഞാൻ പറഞ്ഞു അല്ല ഇതെന്താ പ്ലീസ് തോന്നും. അപ്പോൾ അല്ല മിന്നുനോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിപ്പോൾ എന്ത് കഷ്ടമായി പോയല്ലോ എന്ന് വളരെ നിന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു മിന്നു ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്, ഇന്ന് വരത്തില്ലാന്ന്. ഇനി എനിക്ക് തിരിച്ച് ചെല്ലാനും പറ്റില്ല. മിന്നു എന്നെ ഒന്ന് സഹായിക്കണം. ഇനി ഞാൻ ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. ഞാൻ ആ സൈഡിൽ നിന്ന് കിടന്ന് ഉറങ്ങുന്നതിലുള്ള കുഴപ്പമുണ്ടോ? എനിക്ക് വേറെ തിരിച്ച് പോകാനൊന്നും പറ്റുമെങ്കിൽ അതൊന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ്, എന്നോട് സംസാരിക്കാൻ പോലും പറ്റും. ഇല്ലെങ്കിൽ ആ സൈഡിൽ കിടന്ന ഒരു കുഴപ്പമില്ല, എന്നോട് സംസാരിക്കാൻ പറ്റരുത്, എന്നെ ഒന്നും യാതൊരു ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല സത്യമായിട്ട്. അപ്പോൾ നല്ല ജെന്യനായിരുന്നു അയാൾ. അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ അപ്പം തന്നെ ആ സൂട്ടും ഒന്നും ഊരില്ല. അങ്ങനെ തന്നെ സൂട്ട് ഇട്ടുണ്ട്. ഇത് ഷൂ ഊരിട്ടില്ല. അങ്ങനെ പുള്ളി അവിടെ കിടന്നു, ഞാനും കിടന്നു. പിറ്റേ ദിവസം 3 മണിക്ക് വെളുപ്പിൽ 3 മണി എപ്പോൾ കഴിഞ്ഞിട്ട് പോകണം. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂട്ടും കോട്ടും ഇട്ട ഒരു വ്യക്തി ഈ പുള്ളിക്കാരി ലണ്ടനിൽ വെച്ച് ഒരു റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഉള്ളിലേക്ക് ഡോർ തട്ടി ടക്ക് എന്ന് പറഞ്ഞ് മുട്ടി. ആ പുള്ളിക്കാരൻ ഉള്ളിലേക്ക് കയറി വരുന്നു. വന്നിട്ട് പറയുന്നു ജാഫറടിക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ മിനോ, നമ്മൾ തമ്മിൽ ഏതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് പുള്ളിക്കാരി പറയുന്നു പറ്റത്തില്ല, ഞാനെങ്കിൽ അങ്ങനൊന്നും പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആളല്ല എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. അതൊക്കെ കറക്റ്റാണ്. ഒരു പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തട്ടിക്കളയുന്ന അത് ജെന്യുവനായിട്ടുള്ള കാര്യം, അത് ചെയ്യുകയും വേണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു എന്തെന്നറിയാമോ? ഈ പുള്ളിക്കാരൻ പറഞ്ഞു എന്ന്, അതായത് ഈ സ്പോൺസർ ഈ പൈസ ഇല്ലാത്തവനാണല്ലോ, ഈ തക്കടാ സ്പോൺസർ ആണല്ലോ. ഒരു ലണ്ടനിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അവനടുത്ത് ചിക്കിലി കാണുമല്ലോ. ഇല്ലെങ്കിൽ ഈ പറയുന്ന മുനീറിനെ കൊണ്ടുവരണമെന്ന് ജാഫർ ഇടുക്കിയോട് പറയത്തില്ലല്ലോ. അപ്പം നല്ല ചിക്കിലി ഉള്ളവനാണല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? മുനീർ ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നതെന്ന്. ആരാന്നറിയാമോ? ഈ സ്പോൺസർ. ഒരു സ്പോൺസർ ഒരു പ്രോഗ്രാം നടത്തുന്ന പുള്ളിയാണ്. വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് വീട്ടിൽ ഇവിടെ വന്നെന്ന് ഈ ഫ്ലാറ്റിൽ. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്, നിങ്ങൾ ആ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരെ കളക്ട് ചെയ്യാനും അവർക്ക് റൂം കൊടുക്കാനും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു ഏരിയയിലല്ലേ കാണത്തുള്ളൂ. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവത്തില്ലേ ഓൾറെഡി ഇത് പറയുന്നത് കേട്ടോ, ഭാര്യയുമായിട്ട് കള്ളം പറഞ്ഞിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു മൂലയിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഫ്ലാറ്റിൽ ഇവർ കിടക്കുന്നതിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടി ആ ഒരു ഷൂ പോലും അടിക്കാതെ ഇങ്ങനെ കിടന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേനും പുള്ളിക്കാരൻ എഴുന്നേറ്റൊരു പോക്കും പോയി എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഇഷ്ടമല്ല എങ്കിൽ ആ ഒരു പറയുന്ന അങ്ങാരെന്ത് ചെയ്യും? അങ്ങാര് വേറെ റൂമിൽ പോയി വേറെ റൂം ബുക്ക് ചെയ്യുവോ, എന്തെങ്കിലും ചെയ്യും, അല്ലെ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് പോവോ, എന്തെങ്കിലും ചെയ്യും. അങ്ങനെയല്ല ചെയ്യൂ. അല്ല ഇവരുടെ വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒരു സൈഡിൽ മൂലയിൽ പോയി കിടന്നുറങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് അങ്ങോട്ട് പോകാം. മണിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ വന്നിട്ട് പുള്ളിക്കാരുടെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഞാൻ ഇതിനെ പരിചയപ്പെടുത്താം. അത് ഇതിന് മുമ്പാണ്, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാണ്. അത് കാലഘട്ടം ഏതാണ് വർഷം? 2008-നും 2012-നും ഇടയ്ക്കാണ്. കറക്റ്റ് പറഞ്ഞിട്ടില്ല, ഓർത്തെടുക്കാം. അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പുള്ളി ഇപ്പുറത്തിരുന്നു. വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവിടെ ചെന്നേ കുറേ ആൾക്കാർ അവിടെ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചു നീ അടിക്കുമോ? ഞാൻ പറഞ്ഞാൽ നേരെ ഡ്രിങ്ക്സ് അടിച്ചിട്ട് എനിക്ക് ഡ്രിങ്ക്സ് വേണ്ട, എന്നാൽ നീ അവിടെ മാറിയിരുന്നു. എന്നോട് മാറ്റിരുത്തി. അപ്പോൾ മൺചേട്ടൻ അവിടെ നേരം ഇല്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു 6 മണിക്കായപ്പോഴത്തേക്കും മൺചേട്ടൻ വന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ സംസാരിച്ച പോലെ നമുക്കൊന്ന് കൂടാൻ ബാ എന്ന് പറഞ്ഞു. ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്നാൽ പ്രോഗ്രാമിന് കൊണ്ടുവന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പരിചയപ്പെടുന്നില്ല, പ്രശ്നമായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല ശ്രീ, ഞാൻ എന്നൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്നാൽ. അപ്പോൾ പുള്ളിക്കാരൻ മുഖമൊക്കെ പോയി. എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എന്നെ എനിക്ക് റൂട്ട് അറിയത്തില്ലോ, ഇങ്ങോട്ട് ജാഫർ കാണിച്ചു തന്നു. അങ്ങോട്ടേ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ അവിടെ വെച്ച് ഈ പുള്ളിക്കാരുടെ അടുത്ത് കലാഭവൻ മണി എത്തിയെന്ന് പറയുന്നു. എന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ടൊന്ന് സഹകരിക്കണമെന്നല്ലോ പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ തട്ടിക്കളഞ്ഞു എന്നാണ് പറയണേ. അവിടുത്തെ കലാഭവൻ മണി കൊണ്ടുപോയി അവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നുണ്ട്. പീഡിപ്പിക്കാൻ വന്ന ഒരാളാണ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നത്. അവരെ ആ ഒരു കലാഭവൻ മണി, അത് മരിച്ചുപോയ ഒരാളെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്തായാലും ബാക്കി കേട്ടു നോക്കാം. ബുള്ളറ്റേൽ പുള്ളി എന്നെ എനിക്ക് റൂട്ട് അറിയത്തില്ലോ, ഇങ്ങോട്ട് ജാഫർ കാണിച്ചു തന്നു. അങ്ങോട്ടേ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടകടാന്ന് പഠിച്ചു ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം സുധീർ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എന്നെ ഡയറക്ടർ എടുത്തത്. ഞാൻ അവിടെ പോയി 3 ദിവസം അഭിനയിക്കുകയും ചെയ്തു. ഇതിനകത്തേക്ക് മണിച്ചേട്ടൻ പറഞ്ഞു പീഡിപ്പിക്കാൻ വന്ന ഒരാളെ കുറിച്ചൊക്കെ ആയി പറയുന്നത് ടക്കട്ടാന്ന് സ്കൂട്ടറെ കൊണ്ടുവിട്ടത്, ബുള്ളറ്റെ കൊണ്ടുവിട്ടെന്ന്. എന്ത് അഭിമാനത്തോടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അതിലൊന്നും ഞാൻ റിയാക്ട് ചെയ്തില്ല, ഞാനങ്ങ് പോന്നു. പിന്നെ ഒരിക്കൽ പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബോംബെയിൽ, അതായത് കലാഭവൻ മണി നയിക്കുന്ന സ്റ്റേജ് ഷോ. അതിനകത്ത് ഞാൻ ദേവാനന്ദൻ്റെ കൂടെ എന്താണ് നിന്നോടൊന്നും ആ പാട്ടുണ്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ സോന അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ. അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും മണിച്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു
ചേച്ചി സർവകലാ വല്ലഭയാണ് കേട്ടോ. ചേച്ചിയുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ചേച്ചിക്കാരിയുടെ പാട്ട്, ചേച്ചിക്കാരിയുടെ നൃത്തം, ചേച്ചിയുടെ അഭിനയം, ഇതെല്ലാം നമുക്കറിയാൻ സാധിക്കും. ഇപ്പം ചേച്ചിയുടെ ഈ ഒരു കഥകളോട് വന്നപ്പോൾ ചേച്ചി ഭയങ്കര ഹിറ്റാണ്. ഇനിയും ചേച്ചി പറയുന്ന കാര്യമാണ് കാണേണ്ടത്. ചേച്ചിയുടെ എല്ലാ അവസരങ്ങളും കലാഭവൻ മണി തട്ടിക്കളഞ്ഞു. കാരണം അന്ന് സമ്മതിക്കാത്തത് കൊണ്ട്. ആദ്യമേ തന്നെ ദേവാനന്ദൻ്റെ കൂടെ പാടി ആ പാടി മണിച്ചേട്ടൻ കണ്ടില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് ദേവാനന്ദൻ്റെ കൂടെ പാടി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോന വേണ്ടാന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തു, എൻ്റെ ഡാൻസും കട്ട് ചെയ്തു. പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് പറ്റി അങ്ങനെ തന്നെ ഇതാക്കി. ഇതൊന്നും സങ്കടം വന്നിട്ടൊന്നും വേല, ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് അപ്പം തന്നെ എന്താ ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്തു. എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു. പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കാണുന്ന ഇലഞ്ഞിക്കാവ് എന്ന PO സിനിമയിലെ പുള്ളിക്കാരനുണ്ട്. അന്ന് ഞാൻ എൻ്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കെട്ടി. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, നല്ല സങ്കടം, ഒരുപാട് ബ്രാഗൊക്കെ ചെയ്താൽ ഞാൻ. അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്ന ഉടനെ അങ്ങ് പൊട്ടി കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. എൻ്റെ ഞാനിങ്ങനെ പുള്ളി പിടിക്കുന്നത് എൻ്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഞാൻ പിടിച്ചാൽ പോവാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ആക്ടേഴ്സ് അല്ലേ, എനിക്ക് അഭിനയിച്ച് കരയുന്നതാണോ ഞാൻ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ വന്നിട്ട് കാലിലെടുത്ത് പുള്ളിക്കാരുടെ മടിയിലേക്ക് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞെന്ന്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതെന്തോ ഈ മണി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞില്ല മനുഷ്യരുടെ കാലിന് ക്ഷമിച്ച് കാലിന് ഇവിടെ മനസ്സിലായല്ലോ. അപ്പൊ അത്ര കുട്ടാന്ന് വെള്ളം വീഴുന്ന രീതിയിൽ കലാഭവൻ അവിടെ കരയണമെങ്കിൽ എന്താണ് കലാഭവൻ ചെയ്ത ഒരു തെറ്റ്? എന്തായാലും തെറ്റ് ചെയ്തോ? പുള്ളിക്കാരിയുടെ ചാൻസ് കട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റാണോ കലാഭവൻ ചെയ്തത്? അത് ഇവരെ പിടിപ്പിച്ചോ? എനിക്കറിയില്ല. ഇവർ പറയുന്ന എന്തോന്നും ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാറിനെതിരെ പുള്ളിക്കാരി പരാതി കൊടുക്കുകയാണ്. പുള്ളിക്കാരിയുടെ പല കാര്യങ്ങളും പൊളിച്ചടുക്കി കൊടുത്തത് ഈ അരുണാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഈ പറയുന്ന അരുണിനെതിരെ പരാതി കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ? ഇന്ന് അവരെ അപേക്ഷിച്ച് അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് കോടതി ഉത്തരവുണ്ട്. അപ്പോൾ ഈ ആരും മുട്ട ഇങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അതൊരു ഓവർ സ്മാർട്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറെ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കരുത്. അരുൺകുമാറിനോട് നിരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, നിങ്ങൾ ആരാ അഡ്വക്കേറ്റോ അത് കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അരുൺകുമാറിനെയും പൂട്ടി. അരുൺകുമാറിനെതിരെയും പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേ സാധനം തന്നെ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി കുറിച്ച് എങ്ങനെയാണ്? അടുത്തിടെ ഒരു MLA രക്ഷിക്കാൻ ഒരു ചാനൽ റിപ്പോർട്ടർ, അതായത് റിപ്പോർട്ടർ ചാനൽ, വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രസ്താവനകളിൽ കൃത്രിമം കാട്ടിയതായി തുറന്നു കാട്ടി. ഭാഗ്യവശാൽ നീതി വിജയിച്ചു. MLAയെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ആഴമേറിയ ഒരു പ്രശ്നം ഉയർത്തിക്കാട്ടുന്നു. ചില റിപ്പോർട്ടർമാർ സത്യത്തെക്കാൾ റേറ്റിംഗുകൾക്ക് മുൻഗണന നൽകുന്നു. ഇത് നമ്മുടെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഓക്കെ, ഇത് പുള്ളിക്കാരി ഇംഗ്ലീഷിൽ എഴുതിയ കേട്ടോ, ഞാൻ തർജ്ജമ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഉത്തരവാദിത്തമുള്ള പത്രപ്രവർത്തനം ആവശ്യപ്പെടാം. പങ്കിടുന്നതിന് മുമ്പേ വിവരങ്ങൾ പരിശോധിക്കുക. ഇത് ഞങ്ങൾക്കും പറയാനുള്ളൂ. എല്ലാം പറയുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ, ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും. പിന്നെ വിശ്വസനീയമായ ഉറവിടങ്ങളെ പിന്തുണയ്ക്കുക. വസ്തുതാധിഷ്ഠിത റിപ്പോർട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുക. നമുക്കൊരുമിച്ച് കൂടുതൽ അറിവുള്ളതും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പ് സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ ഒരു കുറിപ്പ് കുറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പുള്ളിക്കാരി കുറിക്കുന്നത് ഈ പറയുന്ന ഈ അരുണിനെ കുറിച്ചാണ് പറയുന്നത്. അരുണിനെ കുറിച്ച് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രസമാണ് കേട്ടോ. മൊട്ട അരുൺ മീഡിയയിൽ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എഴുതിയിരിക്കുന്നുണ്ട്, ഇവൻ ആര്? ജഡ്ജിയോ? നീതി നടപ്പാക്കാൻ അതിജീവിതമാരെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് മൊഴി വളച്ചൊടിച്ച് വേട്ടക്കാരനെ സപ്പോർട്ട് ചെയ്യുകയും അവരെ അപമാനിക്കുകയും ചെയ്യുക. മുകേഷിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും മൊട്ട അരുണിൻ്റെ പരിശ്രമം കോടതിയും SITയും കാട്ടിൽ പറത്തി. MLA അറസ്റ്റ് ചെയ്തു. ഈ മൊട്ട അരുൺ കേരള സമൂഹത്തിന് ദുഷിച്ച വ്യക്തി തന്നെയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ ചാനലിലുള്ളതാണ് കേരളത്തിൽ കലാപം സൃഷ്ടിക്കുന്നതും മറ്റുള്ളവരെ പരസ്യമായി അപമാനിക്കുന്നതും സമൂഹത്തിൽ തിന്മകൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ രോഷം കൊള്ളിക്കുന്നതും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ കാശിനു വേണ്ടി പൊട്ടത്തരം വിളിച്ചു കൂകുന്ന മൊട്ട അരുണിനെതിരെ വേണ്ട നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൊട്ട അരുണിൻ്റെ പേരൊക്കെ എടുത്ത് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റിപ്പോർട്ടർ ചാനലിലെ അരുണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ഇതാക്കി പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ ഈ മിനു മുനീറിൻ്റെ കാര്യവും അതോടൊപ്പം തന്നെ വേറൊരു പരാതിക്കാരി ഉണ്ടല്ലോ, ഒരു ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു പുള്ളിക്കാരി. ആ പുള്ളിക്കാരിയുടെ ഡോക്ടറേറ്റും കാര്യങ്ങളും ഒക്കെ പൊളിച്ചടുക്കി കൊടുത്തത് ഈ പറയുന്ന അരുൺ തന്നെയാണ്. അതുകൊണ്ടൊരു ദേഷ്യമുണ്ട്. ആ ദേഷ്യമാണ് ഈ അരുണിനെതിരെയുള്ള ഈ കേസ് കൊടുക്കാനുള്ള ഒരു കാരണം തന്നെ. എന്തുമായാലും ഇവിടെ ഇപ്പോൾ കലാഭവൻ മണിക്കെതിരെയും കാര്യങ്ങൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ ബാലേന്ദ്ര മേനോനെതിരെ പറഞ്ഞു, ഇപ്പോൾ മൊട്ടയ്ക്കെതിരെ കേസായി. അങ്ങനെ മൊത്തത്തിലൊരു കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാലേന്ദ്ര മേനോനാണെങ്കിൽ ഇവർ ഇൻ്റർവ്യൂ കൊടുത്ത ഒരു ചാനലിനെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചി പറഞ്ഞ ഇൻ്റർവ്യൂ ചെയ്ത ആ വീഡിയോ ഒക്കെ മുക്കിക്കളഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ആർക്കൊക്കെ എതിരെയാണ് ഈ ചേച്ചി പീഡന കഥ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇനി നമുക്കെതിരെ പറയുമോ, ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നവർക്കെതിരെ പറയുമോ എന്നൊക്കെ കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.